സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉടൻ നടപ്പിലാക്കുക. 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 വി.ഡി. സതീശൻ നീതി പാലിക്കുക. വി.ഡി. സതീശൻ നീതി പാലിക്കുക. വി.ഡി. സതീശൻ നീതി പാലിക്കുക. നമ്മുടെ നരേന്ദ്രമോദിക്ക് പറഞ്ഞിട്ടുണ്ട് ഡീസൽ പെട്രോൾ നമുക്ക് സേവ് ആക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇനി മുതൽ ബസ്സിൽ യാത്ര ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ്. അതെ, സൗജന്യമായിട്ട് പറഞ്ഞ മാനിഫെസ്റ്റോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യും അത് കൊടുക്കണം. അത് ഇന്ന് മുതൽ കൊടുക്കും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ കൊടുക്കണം. അതാണ് എന്റെ ആവശ്യം. എന്റെ ആവശ്യം ജനങ്ങൾക്ക് നീതി നൽകുന്നത്, എന്റെ മഹിളകൾക്ക്, എന്റെ സഹോദരിമാർക്ക് നീതി നൽകണം. അത് ഇന്ന് മുതൽ തുടങ്ങണം. അത് ഇന്ന് മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് 5 സ്റ്റേറ്റുകളാണ് നമ്മുടെ ഇലക്ഷൻ നടന്നത്. 4 സ്റ്റേറ്റുകളിൽ നന്നായിട്ടാണ് മുഖ്യമന്ത്രി ഓൾറെഡി ക്യാബിനറ്റ് കൊട്ടി ചെയറിലേക്ക് വന്ന് ഷട്ടാക്കി അതേപോലെ സൈൻ ചെയ്തു വെസ്റ്റേൺ പോലെ. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ട് വന്ന കേരളത്തിൽ മാത്രമാണ് ഇത്ര വൈകിപ്പോയത്? ഈ മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് സെലക്ട് കമ്മിറ്റി ഇത്ര വൈകിപ്പോയി കഴിഞ്ഞെങ്കിൽ ഇനി കേരളം ഭരിക്കുമ്പോൾ ചില ഡിസിഷൻ എടുക്കുമ്പോൾ എത്ര സമയം എടുക്കും? അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള അവർ പ്രഖ്യാപനം പറഞ്ഞിട്ടുള്ളത് വനിതകൾക്ക് സൗജന്യമായിട്ട് ട്രാവലാണ്. അപ്പോൾ ഇതൊരു ഈസി ആയിട്ട് അവർക്ക് സൈൻ ഇടുന്നതിന്റെ ഉള്ളൂ. പക്ഷേ അവർക്ക് മുഖ്യമന്ത്രി പോലും തെരഞ്ഞെടുക്കുന്ന ദിവസം ആയതുകൊണ്ടും ഇനി ഈ കേരള രാജ്യത്തിൽ എന്തെല്ലാം കാണാൻ വരുന്നത് നമുക്ക് ആദ്യമായി തന്നെ നമുക്ക് ആ മുൻകൂട്ടി വെച്ചുകൊണ്ടാണ് ഇന്ന് എത്രത്തോളം ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് മഹിള ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മൾ ഞാൻ എടുക്കില്ല. ബിക്കോസ് വി.ഡി. സതീശനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് May 15 മുതൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അപ്പൊ അത് എനിക്കും അധികം ഞാൻ ഈ കേരളത്തിലെ മഹിളയാണ്. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. സത്യം സമയത്ത് പറഞ്ഞതാണ് മെയ് മാസം 15-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം. ആ ഒരു ശുഭപ്രതീക്ഷയിൽ അതിനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അല്ല അത് കണ്ടക്ടർ ഇറങ്ങിപ്പോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഒന്ന് കുറിച്ചോ മുന്നോട്ടിരിക്കും. വണ്ടി പോട്ടെ അതായത് മന്ത്രിസഭ വന്നിട്ടില്ല എന്നിട്ട് ഇപ്പോഴും
തുടങ്ങി KSRTC സ്റ്റാൻഡ്. അപ്പൊ 4 സ്റ്റേറ്റുകളിൽ വന്നു ആദ്യമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് നമ്മൾ ചെയ്തു. അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സൈൻ ചെയ്തു. എന്തുകൊണ്ടാണ് കേരള രാജ്യത്തിൽ ഒരു മുഖ്യമന്ത്രിയെ സെലക്ട് ആക്കാൻ വേണ്ടി ഒരു പാർട്ടി ഇത്ര വൈകിയതാണ്? അവർക്ക് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ വേണ്ടി കൺഫ്യൂഷനുകൾ ഉണ്ടെങ്കിൽ ഇനി മുതൽ കേരള രാജ്യത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ വീഡിയോ സജഷനാണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മൾ May 15 മുതൽ സൗജന്യമായിട്ട് യാത്ര നൽകുമെന്ന്. അപ്പൊ ഞാനൊരു കണ്ടിട്ടാണ് എല്ലാവർക്കും ഇന്ന് മുതൽ യാത്ര കൊടുക്കണം. പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണം. അതാണ് എന്റെ ആവശ്യം. അതുകൊണ്ട് അതേപോലെ നമ്മൾ നരേന്ദ്രമോദിജി ഞാൻ പറഞ്ഞതാണ് പെട്രോൾ യാത്ര സേവാക്കണം, കാറിൽ യാത്ര ചെയ്യാം, കുറച്ചിടമല്ല. ഇനി മുതൽ ഫ്രീയല്ലോ, എനിക്ക് ബസ് പൈസ കൊടുക്കേണ്ട, എനിക്ക് ഡ്രൈവർ വേണ്ട, ഇനി ഞാൻ ബസ്സിൽ തന്നെ യാത്ര ചെയ്യാം. അപ്പൊ ഇത് എന്റെ ആവശ്യമാണ്. BJP പണ്ട് പറഞ്ഞിരുന്നു 50 രൂപ പെട്രോൾ കൊടുക്കുന്നു, 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അതൊന്നും അറിഞ്ഞില്ലല്ലോ. അതൊന്നും വരാത്ത അത് പറഞ്ഞ സ്ഥിതിക്ക് അത് വരാതിരിക്കുകയും ഇന്നത്തെ സമരം ചെയ്യുന്നവർക്ക് അർത്ഥം. മാത്രമല്ല ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ മന്ത്രിസഭ വന്നതിന് ശേഷം മാത്രമല്ല ഇതൊക്കെ നടത്താൻ പറ്റുള്ളൂ. അതായത് ഇത് നിയമപ്രകാരം അതിന് ഉത്തരവ് വരണ്ടേ? ജിയോക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഞാനതേ പറഞ്ഞല്ലോ, 15 ലക്ഷം കൊടുക്കുമെന്ന് എവിടെയും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. ആ വീഡിയോകൾ നമ്മൾ കുറെ പ്രാവശ്യമാണ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ മന്ത്രിസഭ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ആക്കുന്നില്ല. ബിക്കോസ് ഈ സജഷനാണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററാണ് പറഞ്ഞത് May 15 മുതൽ. ഈ ഏത് അടിസ്ഥാനത്തിലാണ് അന്ന് ഇലക്ഷൻ സമയത്ത് May 15 മുതൽ നമ്മൾ സൗജന്യമായിട്ട് മഹിളകൾക്ക് യാത്ര കൊടുക്കും പറഞ്ഞത്? ഏത് അടിസ്ഥാനത്തിലാണ്? അപ്പൊ പറയട്ടെ, മന്ത്രിസഭ വന്ന ശേഷം, ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം ഞാൻ തരാം അത് പറയാമായിരുന്നു. പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് May 15 പറഞ്ഞത്? ആ May 15 പറഞ്ഞത് കൊണ്ട് എന്റെ യാത്ര ഇന്ന് മുതൽ തുടങ്ങും. പിന്നെ നിങ്ങൾ കണ്ടില്ലേ May 15 യാത്ര? അത് വീഡിയോ ഞാൻ വേണം അയച്ചു തരാം. May 15 മുതലാണ് പറഞ്ഞിട്ടുണ്ടായത്. അത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്റെ കൂടെ എന്റെ സഹോദരിമാരുണ്ട്. എല്ലാവരും ഇനി മുതൽ കേരളത്തിൽ ടിക്കറ്റ് എടുക്കില്ല. ടിക്കറ്റ് ഫ്രീ ടിക്കറ്റാ, പൈസ കൊടുക്കുന്നില്ല. ടിക്കറ്റ് കൊടുക്കണം. അവർ ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ടിക്കറ്റ് കൊടുക്കണം, പക്ഷെ പൈസ തരില്ല. മാഡം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം? ഒരു സർക്കാരെ സത്യപ്രതിജ്ഞ അധികാരം ഏൽക്കാത്ത സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രതിഷേധം? എന്തുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ സജഷൻ പറഞ്ഞത് May 15 മുതൽ മഹിളകൾക്ക് ഫ്രീ സൗജന്യ യാത്ര? അത് ഞാൻ നോക്കട്ടെ. ഞാൻ ഏട്ടര യാത്ര ചെയ്യണം, ഞാൻ തീരുമാനിക്കാം. എനിക്ക് ഫ്രീ എന്തുപോലെ കിട്ടും അതുപോലെ ഞാൻ യാത്ര ചെയ്യാം. ഞാൻ യാത്ര ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് തീരുമാനം. ഇന്ന് മുതൽ സൗജന്യമായി യാത്ര ചെയ്യും. ഇന്ന് മുതൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യും. അത് അവർ പറഞ്ഞതല്ലേ, വീഡിയോ സജഷനാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വന്നിട്ടുള്ള വീഡിയോ സജഷനാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായത്. May 15 മുതൽ മഹിളകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു May 15 എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം, മന്ത്രിസഭ വന്ന ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് May 15 മുതലാണ്. അപ്പോൾ ഇന്ന് May 15 ആണ്. അതേപോലെ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളതാണ് പെട്രോൾ സേവ് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ പാലിക്കുന്ന എന്റെ ഒരു കടമയാണ്. അപ്പൊ ഞാൻ ഇന്ന് മുതൽ ട്രാവൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ഇന്ന് ഞാൻ ടിക്കറ്റ് പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ ഞാൻ മഹിളാ മോർച്ച പ്രവർത്തകരെ ബസ്സിൽ KSRTC സൗജന്യ യാത്ര മാത്രമല്ല, മഹിളകള് കേരളത്തിലെ അത് കാസർഗോഡിലെ എല്ലാ മഹിളകളും ഏത് പാർട്ടി മൈക്കല്ലാടിയുണ്ട്, ട്രോളി മൈക്ക്, എല്ലാ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഇന്ന് മുതൽ യാത്ര ചെയ്യണം. KSRTC ടിക്കറ്റ് എടുക്കില്ല. ടിക്കറ്റ് പൈസ കൊടുക്കില്ല, ടിക്കറ്റ് കൊടുക്കണം. സർക്കാർ അധികാരം അവകാശം കൊടുക്കണ്ടേ? എങ്ങനെ സൗകര്യം? അവർ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, അവരാണ് പറഞ്ഞത്. വീഡിയോ സജഷൻ പറഞ്ഞതാണ് May 15 മുതൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര പോവുക. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളാണ് നമ്മൾ അനുസരിക്കുന്നത്. ഫ്രീ യാത്ര കൊടുക്കണം. ഇന്ന് മുതൽ ഫ്രീ യാത്ര പോകാൻ ബസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോ വീഡിയോ സജഷനാണ് പറഞ്ഞിട്ടുണ്ടായത് May 15 മുതൽ മഹിളകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ ഇനി അങ്ങോട്ട് KSRTC യാത്രയാണെങ്കിൽ പൈസ കൊടുക്കില്ല, കൊടുക്കില്ല. ആരും കൊടുക്കില്ല. മഹിളകൾ ആരും കൊടുക്കില്ല, ആരും കൊടുക്കാൻ പാടില്ല. ബിക്കോസ് വീട് സന്ദർശനാണ് പറഞ്ഞിട്ടുണ്ടായത് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്ന്. അപ്പൊ ഇനി നമ്മൾ കാസർഗോഡിൽ എല്ലാം, കാസർഗോഡ് കേരളത്തിൽ എവിടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, തീർത്ഥാടന പോകുന്നുണ്ടെങ്കിൽ, ടൂർ പോകുന്നുണ്ടെങ്കിൽ, ടെമ്പിൾ ദർശനം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഫ്രീ ആണ്. അപ്പൊ ഇനി പെണ്ണുങ്ങൾ എവിടെ വേണമെങ്കിലും ബസ്സിൽ കയറി ചെല്ലാം. അപ്പം ഇനി സമരം തുടരുകയാണ്. ഇപ്പം യാത്ര അനുവദിച്ചില്ലെങ്കിൽ സമരം തുടരാനാണോ? സമരം തുടരും. അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബംഗാളിൽ ജൂൺ തൊട്ട് പ്രഖ്യാപിച്ചു. കേരളനാട് ഭരിക്കാനായി മുന്നോട്ടിറങ്ങിയ കോൺഗ്രസ്, പാവപ്പെട്ട ജനതയാ മടിയന്റെ കോൺഗ്രസ്, മടിയന്റെ കോൺഗ്രസ്, മടിയന്റെ കോൺഗ്രസ്, മടിയന്റെ കോൺഗ്രസ്. ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത്, ജയ് 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 BJP, ജയ് 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 മഹിളാ മോർച്ച, ജയ് 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 മഹിളാ മോർച്ച. നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ. മെയ് മാസം 15-ാം തീയതി, മെയ് മാസം 15-ാം തീയതി, മെയ് മാസം 15-ാം തീയതി, മെയ് മാസം 15-ാം തീയതി. സ്ത്രീകൾക്കായി സൗജന്യ യാത്ര, സ്ത്രീകൾക്കായി സൗജന്യ യാത്ര, സ്ത്രീകൾക്കായി സൗജന്യ യാത്ര, സ്ത്രീകൾക്കായി സൗജന്യ യാത്ര. പറഞ്ഞൊരു സതീശ, പറഞ്ഞൊരു സതീശ, പറഞ്ഞൊരു സതീശ, പറഞ്ഞൊരു സതീശ. ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 മഹിളാ മോർച്ച, ജയ് 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 മഹിളാ മോർച്ച. കേരളനാട് ഭരിക്കാനായി, കേരളനാട് ഭരിക്കാനായി അശ്വിനിജി ബസ് എടുക്കാൻ പറ, ഡ്രൈവർക്ക് ബസ് എടുക്കാൻ പറ. ഇല്ലേ ശേഷം പറയുന്നത്
എടുത്തില്ലെങ്കിൽ ഇരിക്കട്ടെ ഇങ്ങനെ ഒരു ബസ് അടുത്ത ബസ് നമ്മൾ ബസ്സിന്റെ ഫ്രണ്ട് വീഴുന്ന എടുക്കാൻ എടുക്കുന്നില്ലെങ്കിൽ ഒരു ബസ് എടുക്കേണ്ടവരാ. അടുത്ത ബസ് പോകുമ്പോൾ പറയണേ. സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്താകെ നമ്മളെല്ലാവരും വളരെ സ്ഥിതിയിലാണ്. അതുകൊണ്ട് സ്വകാര്യ വാഹനങ്ങളൊക്കെ ഒഴിവാക്കി മാക്സിമം സർവീസുകൾ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ആശയങ്ങളെ ഒരുപോലെ സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഇന്ന് 15-ാം മുഖ്യമന്ത്രി സ്ഥാനമേറ്റു. അവർ പല പദ്ധതികളിലും മുദ്രാവാക്യം വിളിക്കണമല്ലോ. രമണേച്ചി മുദ്രാവാക്യം മുഖ്യമന്ത്രി എല്ലാവരും വിദ്യാഭ്യാസത്തിലേക്ക് ഇന്നലെയാണ് എല്ലാം കൃത്യമായിട്ടും അവരെ ആ ഒരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരു ബസ് പോകും.